ഞാൻ ഇന്നിവിടെ സെറ്റ് ചെയ്യാൻ പോകുന്നത് ടെറേറിയം ആണ്. ടെറേറിയം എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുള്ള ടെറേറിയം ഉണ്ട്. ഓപ്പൺ ടൈപ്പ് ടെറേറിയവും ക്ലോസ്ഡ് ടെറേറിയവും. ഞാനിവിടെ സെറ്റ് ചെയ്യുന്നത് ഓപ്പൺ ടൈപ്പ് ടെറേറിയം ആണ്. ടെറേറിയം എന്നാൽ ഒരു മിനിയേച്ചർ ഗാർഡൻ ആണ്. ഓപ്പൺ ടൈപ്പ് ടെറേറിയം സെറ്റ് ചെയ്യുന്നതിനായി ഞാനിവിടെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ കളർ പെബിൾസ്, ചാർക്കോള്, കല്ല്, പിന്നെ അക്വേറിയം ഷോപ്പിൽ നിന്നെല്ലാം വാങ്ങാൻ കിട്ടുന്ന പല കളറിലുള്ള സാൻഡ്, സ്റ്റോണും നമുക്ക് അക്വേറിയം ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നതാണ്. പിന്നെ നമ്മുടെ കിണറിൻ്റെ സൈഡിലെല്ലാം കാണപ്പെടുന്ന ഒരുതരം ഫേൺസ്, പുല്ല്, മോസസ്, പിന്നെ സ്നേക്ക് പ്ലാന്റ്, റിയോ തുടങ്ങിയ പ്ലാന്റ്സ് ആണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഇനി പോട്ടിംഗ് മിശ്രിതമായി ഞാൻ മണ്ണ്, മണല്, കമ്പോസ്റ്റ് തുടങ്ങിയവ ആവശ്യമായ നനവിൽ മിക്സ് ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ടെറേറിയം സെറ്റ് ചെയ്യാൻ തുടങ്ങാം. ഇതിലേക്ക് ഞാൻ ആദ്യമായി കല്ല് ആഡ് ചെയ്യുകയാണ്. അതിനുശേഷം ചാർക്കോള് അഥവാ കരി ഇട്ട് കൊടുക്കുകയാണ്. കരി ഇട്ട് കൊടുക്കുന്നത് ഇതിലെ അധികമുള്ള വെള്ളം ഒബ്സർവ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഇനി പോട്ടിംഗ് മിശ്രിതം ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് പോട്ടിംഗ് മിശ്രിതമായി പെർലൈറ്റ്, വെർമിക്കുലേറ്റ് തുടങ്ങിയ കമ്പോസ്റ്റ് തുടങ്ങിയവ ഉപയോഗിക്കാവുന്നതാണ്. പെർലൈറ്റ് ഉപയോഗിക്കുന്നത് കൂടുതൽ ഗുണം ചെയ്യും. ഇതിൻ്റെ ഉള്ളിലെ വായുസഞ്ചാരം കൂട്ടുന്നതിനായി പെർലൈറ്റ് സഹായിക്കും. ഞാനിവിടെ ഒരു ലാൻഡ്സ്കേപ്പിംഗ് മോഡലിലാണ് ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് സെറ്റ് ചെയ്യാവുന്നതാണ്. അവരവരുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ഇത് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. പോട്ടിംഗ് മിശ്രിതം ഇട്ടതിന് ശേഷം ഇത് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കേണ്ടതുണ്ട്. മണ്ണിനെ ഒന്ന് നമുക്ക് ഉറപ്പിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. ഇനി നമുക്കിതിലേക്ക് മോസസ് വെച്ച് കൊടുക്കാം. മോസസ് വെച്ച് കൊടുക്കുമ്പോഴും ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കണം. ഇതിനോട് നല്ല ചേർന്ന് വളർന്നു പോകുന്നതിന് വേണ്ടിയാണിത്. ടെറേറിയം സെറ്റ് ചെയ്യുക എന്നത് വളരെ എളുപ്പമാണ്. ഇതിൻ്റെ മെയിൻ്റനൻസ് ആണ് നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ എത്രമാത്രം ഇതിനെ കെയർ ചെയ്യുന്നു, പിന്നെ എത്രമാത്രം ഇതിന് അനുയോജ്യമായ പ്ലേസിലാണ് ഇത് വെച്ചിരിക്കുന്നത് എന്നതിനനുസരിച്ചായിരിക്കും ഇതിൻ്റെ ലൈഫ് സ്പാൻ. നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്യുകയാണെങ്കിൽ ഇത് 1-2 വർഷം വരെ നിൽക്കുന്നതാണ്. ആദ്യത്തെ മെയിൻ്റനൻസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ വാട്ടറിംഗ് ആണ് ശ്രദ്ധിക്കേണ്ടത്. വാട്ടറിംഗ് ചെയ്യുന്നതിനായി ഒരു സ്പ്രേയർ ഉപയോഗിക്കുന്നതാണ് നല്ലത്. പിന്നെ വാട്ടറിംഗ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വെള്ളമൊന്നും ഇതിലേക്ക് ആവശ്യമില്ല. ജസ്റ്റ് ഇതിൻ്റെ ടോപ്പ് സോയിൽ നനയുന്ന രീതിയിലുള്ള നനവ് മാത്രമേ നമുക്കിതിന് ആവശ്യമുള്ളൂ. അപ്പോൾ ഇതിൻ്റെ വാൾസ് വഴി സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ വാൾസിൽ അടങ്ങിയിരിക്കുന്ന ഡസ്റ്റ് പാർട്ടിക്കിൾസ് എല്ലാം താഴെ പോകും. വാൾസിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇരുന്ന് കഴിഞ്ഞാൽ അതിൽ ആൽഗൈൻ ഫോം ചെയ്യുകയും ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഇതിൻ്റെ കാഴ്ച നഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ ഏകദേശം മോസസ് എല്ലാം സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അടുത്തതായി ഞാൻ വൈറ്റ് സാൻഡ് ഇട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ വൈറ്റ് സാൻഡാണ് ഉപയോഗിച്ചത്. നിങ്ങൾക്ക് ലഭ്യമായിട്ട് ഉള്ള കുറഞ്ഞ ചെലവിൽ ലഭ്യമായ എന്ത് വസ്തുക്കൾ വെച്ചും അവനവരുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ടെറേറിയം സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ വാങ്ങിയ ഈ ബൗളിൻ്റെ വില ഒരു 350 രൂപയോളം വരുന്നതാണ്. പലതരത്തിലുള്ള ബൗൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. നമ്മളിത് വെക്കുന്ന പ്ലേസിനനുസരിച്ചുള്ള ബൗൾ നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാൻ പ്ലാന്റ്സ് നടുകയാണ്. ആദ്യമായി ഒരു ഗ്രാസ് ആണ് നടുന്നത്. ഇനി അടുത്തതായി ഞാനിതിലേക്ക് റിയോ പ്ലാന്റ്സ് നടുകയാണ്. ഇൻഡോറായി ഉപയോഗിക്കുന്ന ഏത് പ്ലാന്റ്സും നിങ്ങൾക്ക് ഇതിൽ യൂസ് ചെയ്യാവുന്നതാണ്. കാക്ടസ്, അലോവേര പോലെയുള്ള പ്ലാന്റ്സ് എല്ലാം യൂസ് ചെയ്യാം.
പ്ലാന്റ് അധികമായി വളരുമ്പോൾ ഇതൊന്ന് ട്രിം ചെയ്ത് കൊടുക്കേണ്ടതാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഭംഗി നഷ്ടപ്പെടുന്നതായിരിക്കും. ഇനി ഇതിലേക്ക് ഞാൻ സ്നേക്ക് പ്ലാന്റ് നട്ടു കൊടുക്കുകയാണ്. അടുത്തതായി ഇതിലേക്ക് കളർ പെബിൾസ് ഇട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ കളർ പെബിൾസ് ഉപയോഗിച്ചതിന് പകരം നിങ്ങൾക്ക് നല്ല നാടൻ കല്ലും ഭംഗിയുള്ള നാടൻ കല്ലുകളും ഇതിൽ ഇട്ട് ചെയ്യാവുന്നതാണ്. ടെറേറിയം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് വഴി സ്വന്തമായി മണി ഏൺ ചെയ്യാൻ സാധിക്കുന്ന ഒരു ചെറിയ ബിസിനസ്സും കൂടിയാണ്. ഇതിൻ്റെ മൂല്യം, ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മൂല്യം നിശ്ചയിക്കുന്നത് നമ്മൾ തന്നെ. ഇത് ഇന്ന് വീടുകളിലും ഓഫീസുകളിലും ഫ്ലാറ്റുകളിലും എല്ലാം അലങ്കാരത്തിനായി ടെറേറിയം ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വൈറ്റ് സ്റ്റോൺ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ വൈറ്റ് സ്റ്റോൺ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ഏത് തരത്തിലുള്ള കല്ലുകളും ഉപയോഗിക്കാവുന്നതാണ്. ഇനി രണ്ടാമതായി ഇതിൽ നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സൺലൈറ്റ് ആണ്. ഓപ്പൺ ടെറേറിയം ആണ് എന്ന് കരുതി നമ്മളിത് ഓവർ ഹീറ്റുള്ള ഒരു പ്ലേസിൽ വെക്കാൻ പാടുള്ളതല്ല. കാരണം നമ്മളിത് സെറ്റ് ചെയ്യാൻ മോസസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. മോസസ് ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഓവർ ഹീറ്റ് അടിച്ചാൽ അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പിന്നെ എന്ന് കരുതി ഇരുട്ടുള്ള ഒരു സ്ഥലത്തും ഇത് വെക്കാൻ സാധിക്കില്ല. കാരണം ബ്രൈറ്റ്നസ് വേണ്ട പ്ലാന്റ്സ് ആണ് നമ്മൾ ഇത് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം ബ്രൈറ്റ്നസ് ഉള്ളതും എന്നാൽ ഓവർ ഹീറ്റ് ഇല്ലാത്തതുമായ ഒരു പ്ലേസ് നമുക്ക് ഇത് വെക്കാനായി തിരഞ്ഞെടുക്കണം. പിന്നെ ഇതിൽ വളർന്ന ചെടികൾ അധികമായി വളരുമ്പോൾ ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇനി നമ്മുടെ ടെറേറിയം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്.